നമ്മളെല്ലാവരും ബൈബിളിലെ അബ്രാഹത്തിനെ പറ്റി കേട്ട് കാണുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ ഇഷ്ടം അതുപോലെ അനുസരിച്ച് പോകുന്ന ഒരാളായിരുന്നു. വിശ്വാസത്തിൻ്റെയും അനുസരണയുടെയും പിതാവായിരുന്നു അബ്രാഹം. എ മാൻ ഓഫ് ഗ്രേറ്റ് ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്. തൻ്റെ ഏകപുത്രനെ ദൈവേഷ്ടപ്രകാരം ഒരു മടിയും കൂടാതെ ബലിയർപ്പിക്കാൻ തയ്യാറായ ആ വിശ്വാസവും അനുസരണയുമാണ് അബ്രാഹത്തെ വിശ്വാസത്തിൻ്റെ പിതാവായി ഇന്നും അറിയപ്പെടാനുള്ള കാരണം. നമുക്കിവിടെ ഈ ചെറിയ സ്കിറ്റിലൂടെ പഴയ നിയമകാലത്തെ അബ്രാഹത്തിൻ്റെ വിശ്വാസവും പുതിയ ഈ യുഗത്തിൽ അബ്രാഹത്തിൻ്റെ അവസ്ഥയും നമുക്ക് രണ്ട് ഭാഗങ്ങളായി ഒന്ന് വീക്ഷിക്കാം. അബ്രാഹം ഹിസ്റ്റോറിക്കൽ ആൻഡ് അബ്രാഹം ഇൻ ന്യൂ ജനറേഷൻ. ആദ്യം നമുക്ക് പഴയ നിയമത്തിലെ അബ്രാഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തെ ഒന്ന് നോക്കാം. അബ്രാഹം 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 അബ്രാഹം. കർത്താവേ, അരുൾ ചെയ്താലും നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ മോറിയ മലയിലെ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് എനിക്ക് നീ ബലി അർപ്പിക്കണം. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. മോനെ ഇസഹാക്കേ, നമുക്ക് മോറിയ മലയിലേക്ക് ബലിയർപ്പിക്കാൻ പോകാം. അപ്പൊ ബലിയർപ്പിക്കാനുള്ള തീയും വിറകും നമ്മുടെ പക്കലുണ്ട്. ആട്ടിൻകുട്ടി എവിടെ? നമുക്ക് ദൈവം തരുമല്ലോ. ബലിയർപ്പിക്കാനുള്ള ആട്ടുകുട്ടി നീ തന്നെയാണ് മകനെ. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിന് എന്നെ അത്ര ഇഷ്ടമാണോ? അതെ മകനെ. അബ്രാഹമേ അബ്രാഹമേ, നീ നിന്റെ മകന്റെ മേൽ കൈവയ്ക്കരുത്. ഒന്നാം രംഗം അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് രണ്ടാം രംഗം. രാവിലെ പത്രം ഒന്ന് വായിച്ചു കളയാം. റോസ് മലയാളം ആവുന്നേ നല്ലത്. അബ്രഹാം അബ്രഹാം ഇതെവിടെ കേക്ക്? ഡബ്ലിനിലെ വീടുകളുടെ വിലയൊക്കെ ഭയങ്കര കൂടുതലാണല്ലോ. അന്ന് ഏതായാലും ഡബ്ലിനിൽ വീട് മേടിച്ച് നല്ലതായി. യൂറോയുടെ വില 85. കൊള്ളാം. ഇങ്ങനെ വേണം. അബ്രഹാം 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 അബ്രഹാം. എവിടെ കേക്ക് നീ ശബ്ദം? അബ്രഹാം 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 അബ്രഹാം. നീ നിന്റെ മകനെ ഒരു പുരോഹിതനായി ദൈവത്തിന് ബലിയർപ്പിക്കണം. ദൈവത്തിന്റെ വിളിയാണോ ഇനി? ദൈവത്തിന്റെ വിളിയാണോ? എടി സാറാമേ, എടി സാറാമേ, ഈ മനുഷ്യനെ തോറ്റു. നീ എവിടെ പോയി കിടക്കുക? ഏതാ മനുഷ്യൻ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നെ സാധുന്ന് വിളിക്കണമല്ലോ. പിന്നെ നാട്ടില് വെട്ടുകാരന്റെ മോളെ ഞാൻ സാറ് വിളിക്കും. വേഗം പറ, എനിക്ക് എന്താ സമയമായി. എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ ഉറങ്ങാൻ പോകും. എടി സാറാമേ, ഞാനൊരു വിളി കേട്ടു. ആ ദൈവത്തിന്റെ വിളിയാണോ എന്ന് എനിക്ക് സംശയം. രാത്രി മുഴുവൻ ടിവിയും കണ്ടിരുന്നു കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് പറയണത്. ഞാൻ കിടന്നുറങ്ങാൻ പോവുക കേട്ടോ മനുഷ്യൻ. നിങ്ങൾ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ. അത് കൊള്ളാം. ആ പണി എനിക്ക് കിട്ടി. നാട്ടില്
മേടിച്ച വസ്തുവിന്റെ കരാറിന് കാശ് കൊടുക്കാൻ തികഞ്ഞില്ല. ഡബ്ലിനിലെ വസ്തുവാണേലും അതിന് മോർഗേജ് കിടപ്പുണ്ട്, വണ്ടിയുടെ സീസിയും കിടപ്പുണ്ട്. ഈ ദൈവത്തിന്റെ വിളിയാണ് ആയിരിക്കുമോ? ആ മൂത്തവനെ ഉദ്ദേശിച്ച് ഞാൻ MBS സീറ്റ് മേടിച്ചു. ഇനി ദൈവത്തിന് വേണ്ടി അതിന് കൊടുക്കേണ്ടി വന്നാൽ ആ സീറ്റിന്റെ കാശ് മൂക്കാം. രണ്ടാമത്തവനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അടിച്ച് തല്ലിപ്പുള്ളിയായിരുന്നു. ചേട്ടാ ഇത് ബമ്പർ ഓഫറായി പോയത്. ഏതായാലും അവനെ അത് വിളിച്ചു കളയാം. ഹലോ, ആരാണ് കോപ്പ? ഹലോ മോനെ, നിന്റെ പപ്പയാടാ. ആരാണ് പപ്പ കോപ്പ? എന്താണ് ഈ സമയത്ത് വിളിക്കുന്നത്? മോനെ, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. എന്താ ആവശ്യം? നീ ഇവിടെ വരെ ഒന്ന് വരാമോ? എന്തിന്? എനിക്ക് പറ്റില്ല, ഞാനിവിടെ കളിച്ചോണ്ടിരിക്കുന്നു, എനിക്ക് വയ്യ. നിനക്ക് വേണ്ടി ഞാൻ നിന്റെ പ്രിയപ്പെട്ട സാംസങ് S4 മേടിച്ചു വെച്ചിട്ടുണ്ട്. ഓ പപ്പ, S4 ഒക്കെ ഞാൻ നേരത്തെ മേടിച്ചു. പപ്പയുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ നേരത്തെ മേടിച്ചായിരുന്നു. ശരി, നീ ഇവിടെ വരെ വന്ന നിനക്ക് എന്താ വേണ്ടത്? പപ്പ അത് എന്തും തരുമോ പപ്പ? ആ, എന്തും തരും. നീ ഇവിടെ വരെ വന്നാ മതി. എങ്കിൽ എനിക്കൊരു ഐപാഡ് മേടിച്ചു തരുമോ? അതാ എനിക്ക് ഇല്ലാത്ത സാധനം. ആ, നീ പോരെ, നമുക്ക് മേടിക്കാം. ഓക്കെ, എന്നാ ഞാൻ എത്തിക്കഴിഞ്ഞു. ഓക്കെ. പപ്പ ഞാനെത്തി. എന്റെ ഐപാഡ് ഇവിടെ. ഐപാഡ് മേടിച്ചില്ല. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാണ് പപ്പ? മോനെ, നിന്നെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. ദൈവത്തിന് സമർപ്പിക്കുന്നു? ഒന്ന് പോവുമ്പോ എന്തൊക്കെ സ്വപ്നങ്ങളുള്ള ആളാന്നറിയാം ഞാൻ. എനിക്ക് വയ്യ, ഞാൻ പോവാണ്. ഇല്ല, എനിക്ക് വയ്യ, എന്നെ വിട്, ഞാൻ പോവാണ്. എന്നെ വിട്, ഞാൻ പോവാണ്. എന്നെ വിട്, ഞാൻ പോവാണ്. എനിക്ക് വയ്യ. എനിക്ക് കിട്ടണ്ട, എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതാണ്. മാറ്. മോനെ, അത് അപ്പൻ്റെ മേൽ കൈവെക്കരുത്. നമ്മുടെ സ്കിറ്റ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നമ്മുടെ പഴയ കാലത്തിലെ അബ്രാഹത്തിൻ്റെയും പുതിയ കാലത്തിലെ അബ്രാഹത്തിൻ്റെയും ഒരു അവസ്ഥയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു.